നമസ്കാരം. ആട് 3 സിനിമ കണ്ടിട്ട് വരികയാണ് കേട്ടോ. സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ജസ്റ്റ് വാച്ചബിൾ മൂവി എന്ന് ഞാൻ പറയുള്ളൂ. കാരണം ചിരിക്കാനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ആട് 2 കണ്ടിട്ട് ആ ഒരു പ്രതീക്ഷയിൽ ആട് 3 വന്ന് കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞൊന്നും വരില്ല. പക്ഷേ സിനിമ കണ്ടിരിക്കുക. നമുക്ക് ഞാൻ തിയേറ്ററിൽ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്രയും പൊട്ടിച്ചിരികൾ കേട്ടിരുന്നത്. എനിക്ക് തുടക്കത്തിനേക്കാൾ ഇഷ്ടപ്പെട്ടത് സെക്കൻഡ് ഹാഫിലാണ്. സിനിമയുടെ ഇൻ്റർവെല്ലൊക്കെ കഴിഞ്ഞ് ആണ് ശരിക്കും സിനിമ ട്രാക്കിലേക്ക് കയറി എന്ന് നമുക്ക് പറയാം. ഒരു ടൈം ട്രാവലിംഗ് ആണ്. അത് എത്രത്തോളം ആളുകൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ളത് എല്ലാവരും തിയേറ്ററിൽ പോയി പറയേണ്ട കാര്യമാണ്. സിനിമയുടെ തുടക്കം ലാഗ് അടിപ്പിച്ചോ എന്നൊക്കെ തോന്നും. പക്ഷേ ഈ ഫണ്ണി മൊമെന്റ്സ് ഉണ്ടായതുകൊണ്ട്, അല്ലെങ്കിൽ കോമഡി നിറഞ്ഞ ചില രംഗങ്ങളും കാര്യങ്ങളും ഉണ്ടായതുകൊണ്ട് നമുക്ക് അത് ലാഗ് അടിക്കില്ല. നമ്മളെ പിടിച്ചിരുത്തും ചിത്രം എന്നുള്ളത് സത്യം തന്നെയാണ്. ചിത്രത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻസിൻ്റെ പ്രകടനം കേട്ടോ. ഇന്ദ്രൻസ് പല പല കഥാപാത്രങ്ങളായിട്ട് അതിലെത്തുന്നുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് വിജയ് ബാബു ചിത്രത്തിലെത്തിയ ഓരോ രംഗങ്ങളും നമുക്ക് എന്താ പറയുക, വളരെ ഇഷ്ടമാവുന്ന രീതിയിൽ തന്നെയാണ് വിജയ് ബാബു ഈ ചിത്രത്തിൽ അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഓരോ രംഗങ്ങളിലും വിജയ് ബാബു എത്തുന്ന ഓരോ സീക്വൻസുകളും എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. അതുപോലെ തന്നെ തുടക്കം മുതൽ തന്നെ നല്ല കൗണ്ടറും കാര്യങ്ങളൊക്കെ അടിച്ചിരുന്നത് ധർമ്മജൻ ബോൾഗാട്ടിയാണ്. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോഴാണ് ആ ഫുൾ പവറിലേക്ക് വരുന്നത് വിനായകൻ്റെ പ്രകടനം നമ്മൾ എടുത്തു പറയേണ്ടതാണ്. എന്നാൽ ജയസൂര്യയുടെ ഒരു പ്രകടനം ഒന്നുകൂടെയൊക്കെ ഡയലോഗ് പ്രസൻറ്റേഷനൊക്കെ ഗംഭീരമാക്കായിരുന്നു എന്ന് പല ഘട്ടങ്ങളിലും എനിക്ക് ഫീൽ ചെയ്തു. എൻ്റെ ഫീലിങ്സാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ സൈജു കുറുപ്പിനും ഒന്നുകൂടെയൊക്കെ നന്നാക്കായിരുന്നു എന്നുള്ള കാര്യം നമുക്കിങ്ങനെ പല രംഗങ്ങളിങ്ങനെ കാണുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യും. മനസ്സ് നിറഞ്ഞ് ചിരിക്കണം എന്നുണ്ടെങ്കിൽ, അതായത് നമ്മളുടെ ഒരു കോമഡി പടം അങ്ങനെ ഒരു വലിയ എക്സ്പെക്റ്റേഷനോട് കൂടി ഒന്നും പോയി കാണരുത്. മനസ്സ് തുറന്ന് ചിരിക്കണം എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. അപ്പോൾ ആട് 3 പാർട്ട് 2 വേണ്ടി ഞാനും വെയിറ്റിംഗ് ആണ്. നിങ്ങളും ഇപ്പോൾ തിയേറ്ററിൽ എത്തിയിട്ടുള്ള ആട് 3 തിയേറ്ററിൽ തന്നെ പോയി കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമസ്കാരം.